എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു വില്ലത്തിയായിട്ട് വന്ന ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു മൂന്നാമത്തെ വ്യക്തി, അത് ആരുമാവാം. ഒരു ലേഡി ആവാം, ഒരു ജെൻ്റാവാം, ഒരു സ്ത്രീ ആവാം, ഒരു പുരുഷനാവാം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ ഹാപ്പിയാണോ ആ ഒരു ബന്ധത്തിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അവർ ഹാപ്പിയാണോ, അതോ എന്താണ് ആ ഒരു ബന്ധത്തിൽ നടക്കുന്നത്? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ഒരു കളക്റ്റീവ് റീഡിങ് അല്ലെങ്കിൽ കൂടെയാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവണമെന്നില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാനിവിടെ പറയുന്നത് അങ്ങനെ റെസൊനേറ്റ് ആവണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലൂടെയാണ് അത് റെസൊനേറ്റ് ആവുന്നത്. അതിന് ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്പറും കൂടെ ചേർത്തേക്കാം, വാട്സപ്പ് നമ്പർ, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർഡുകൾ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ കുറച്ച് കാർഡുകൾ എടുക്കാം. സ്പിരിറ്റ് എന്താണ് ഈ ഒരു സമയത്ത്, ഡിവൈൻ എന്താണ് പറയുന്നത് നോക്കാം. പ്രപഞ്ചശക്തി ഈ സമയത്ത് എന്നോട് എന്താണ് പറയുന്നത് നോക്കാം. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി ദൂരേക്ക് കൊണ്ടുപോയി. പക്ഷെ അവർ വിചാരിച്ചതുപോലെ ഒരു സുഖവും സമാധാനവും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവർ തമ്മിൽ കടുത്ത മാനസിക സംഘർഷങ്ങൾ അവർക്കിടയിലുള്ളതായിട്ട് കാണുന്നുണ്ട്. വാക്കുതർക്കങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അതൊരു തർക്കത്തിലേക്കും കലഹത്തിലേക്കുമൊക്കെ എത്തുന്നൊരു സിറ്റുവേഷനാണ്. അതുപോലെ ഇതൊരു ബ്ലാക്ക് മാജിക്കിലൂടെയൊക്കെയാണ് തീർച്ചയായിട്ടും. ഒരു നെഗറ്റീവ് എനർജിയുടെ സഹായത്താലാണ് നിങ്ങളുടെ വ്യക്തിയെ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി തട്ടിക്കൊണ്ടുപോയത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ലവർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. ഒരു ആഭിചാരക്രിയ നടത്തിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് കൂടുതലും ഒരു സ്ത്രീ ചെയ്തതായിട്ടൊക്കെയാണ് കൂടുതലും കാണുന്നത്. സ്ത്രീകളാണ് ഇത്. ഇപ്പം പുരുഷനെയാണ് തീർച്ചയായിട്ടും തട്ടിയെടുത്തായിട്ടൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെയൊക്കെ തട്ടിയെടുത്ത് കൂടുതൽ എനർജി ഒരു ഇത് കാണുന്നത് തീർച്ചയായിട്ടും ലേഡീസ് ആയിരിക്കും. അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ അവരുടെ ലവറെ തട്ടിയെടുത്തതായിട്ടൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഇതുകൊണ്ട് പുരുഷന്മാരുമുണ്ട്. പക്ഷേ കൂടുതലും ഒരു 60% ഇത് കാണുന്നൊരു സ്ത്രീകളുടെ ഒരു എനർജിയാണ്. ഒരു നെഗറ്റിവിറ്റി ആയിട്ട്, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ അവർ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തതായിട്ട് കാണുന്നുണ്ട്. അതാരും ആയിക്കോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ സ്ത്രീയാകാം പുരുഷനാവാം, അവർ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്ത് കുറേ വ്യാമോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബന്ധം ഒരു വിഷലിപ്ത ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു ഒബ്സഷനാണ് കൂടുതൽ. വൈകാരികമായിട്ടുള്ള അടുപ്പമൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ
ഇപ്പോൾ ഒരു ഒബ്സഷനാണ് ഈ ഒരു ബന്ധത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ബന്ധം അധിക നാൾ നീണ്ടു നിൽക്കില്ല. ഇവിടെ ഒരു 10 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ്. നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഏകദേശം എൻഡ് ആവുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരാൾ സ്വന്തമാക്കിയത്. കടുത്ത മാനസിക വേദനയും മാനസിക സംഘർഷവും ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടൊരു കല്ലുകടി തുടങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വിശ്വാസ വഞ്ചനകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിയതാവാം. ഇവർക്ക് ഭയങ്കര സെൽഫിഷായിട്ടുള്ളൊരു ലേഡിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുരുഷനെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തൊരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ഏകദേശം എൻഡ് ആയതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഉടനെ എൻഡ് ആകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് രണ്ട് വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരമൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താണ് അകറ്റിയത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഈ ഒരു ബന്ധത്തെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ചതിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒരു വിശ്വാസവഞ്ചനയുടെ കാർഡുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നും എന്തിനാണ് തൻ്റെ ജീവിതത്തിലേക്ക് അവർ വന്നതെന്നും ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഒരു കടുത്ത സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നൊരു ലേഡിയായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളാണ്, ഉറക്കമില്ലാത്ത രാത്രികളാണ് അവരുടെ ജീവിതത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രീഡി ആയിട്ടുള്ള, അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, മറ്റൊരാളെ കൊല്ലാനും വരെ മടിയില്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരാളെ എത്രത്തോളം ഉപദ്രവിക്കാനും മടിയില്ലാത്തൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളോട് ചെയ്തതിനുള്ള ഫലം അവർ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ആഭിചാരക്രിയകളിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത്. പക്ഷേ ആ ഒരു ബന്ധം അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്ന് ഐസ് കട്ടയിൽ പെയിൻ്റ് അടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ്. അധികം നാൾ നീണ്ടു നിൽക്കാത്തൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനൊരു പൂർണ്ണമായിട്ടുള്ള തകർച്ച സംഭവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 6 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് മാനസികമായിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടിക്ക് അവരെ കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല, പൊറുതിമുട്ടുന്നൊരവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ, ഞാനാണ് ശരിയെന്ന് നിങ്ങളുടെ വ്യക്തി പറയും. തേർഡ് പാർട്ടിയും തമ്മിലുള്ള കടുത്ത ആർഗ്യുമെൻറ്റ്സിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ്. തേർഡ് പാർട്ടി പല ബന്ധങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, വേറെയും ബന്ധങ്ങളൊക്കെ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു വിഷലിപ്ത ബന്ധമാണെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. തേർഡ് പാർട്ടിക്ക് ഊണുമില്ല ഉറക്കമില്ല ാത്തൊരു സിറ്റുവേഷനാണ്. അവർ കടുത്ത മാനസിക വേദനയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് പേടിയുണ്ട്, എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ആ ഒരു തേർഡ് പാർട്ടിക്ക് വളരെ പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. മാനസിക സംഘർഷങ്ങളൊക്കെ കൂടിയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത മാനസിക വേദനയാണ് ഇവിടെ ആ ഒരു വ്യക്തിക്ക്, ഒരു മാനസിക തകർച്ച. ഈ ഒരു ബന്ധം ഒരു തകർച്ചയിലേക്ക് എത്തിയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവിടെ രണ്ടുപേരും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മയെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് തേർഡ് പാർട്ടിയുടേത്. അവർ വളരെ വിഷമിക്കുന്നുണ്ട്. അതായത് ഇനി ഈ ഒരു ബന്ധത്തിൽ അത് രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട്, ഈ ഒരു ബന്ധത്തിൽ ഇനി രണ്ടുപേർക്കും തുടരുന്നുകൊണ്ട് ഒരു അർത്ഥവുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ വേണ്ട എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു.
കടുത്ത ആഘാതം തേർഡ് പാർട്ടിയിൽ ഇതുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളുള്ള ഒരു ലേഡിയാണ്. അതായത് അവർ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത് അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അവരുടെ ഭയങ്കര ഭയമുണ്ട് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല കള്ളത്തരങ്ങളും പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചടി നേരിടുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി അവർ നേരിടുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതായത് അവരുണ്ടാക്കിയ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ അവരുണ്ടാക്കിയ ഒരു മുറിവുകൾ ഇപ്പോൾ അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച അതേ മാനസിക സംഘർഷങ്ങളും മാനസിക വിഷമവും അവരുടെ ജീവിതത്തിലേക്കും ഇപ്പോൾ അവരും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരും ഈ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിലും അതേ കാര്യം ആവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കടുത്ത മാനസിക വേദനയാണ് അവർ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. അവർക്ക് ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു സമയത്ത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു 5 എപ്പിസോഡ് വന്നതുകൊണ്ട് തന്നെ കടുത്ത വാക്ക് തർക്കങ്ങളും ജയിക്കണം, എന്നാലും ഇവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. 5 എപ്പിസോഡ് വന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, തോൽവി സമ്മതിച്ച ഒരു വ്യക്തി പിന്മാറുന്നതായിട്ടാണ്. അത് നിങ്ങളുടെ വ്യക്തിയാണ്. ഈ ഒരു ബന്ധം കൊണ്ട് ഇനി ഒരു കാര്യവും ഇല്ലെന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിൽ ഒരാൾ പിന്മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പിന്മാറുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് പിന്മാറുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഹങ്കാരിയായിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അത് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. കടുത്ത വാക്ക് തർക്കങ്ങളാണ്. ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം അവർ ഇങ്ങനെ കിടന്ന് അവർക്കൊരു കുറ്റബോധമില്ല. ഇപ്പോഴും ഇത്രയും കാണിച്ചു വെച്ചിട്ട് ഒരു കുറ്റബോധം ആ ഒരു തേർഡ് പാർട്ടിക്കില്ല. നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും ഒരു ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന്. നിങ്ങളുടെ വ്യക്തിയുടെ സമ്പത്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ പിടിച്ചു നിൽക്കുന്നതിന്, നിങ്ങളുടെ വ്യക്തിയെ കൂട്ടുപിടിച്ച് നിൽക്കുന്നതിന് നിങ്ങളുടെ വ്യക്തിയുടെ സമ്പത്ത് കണ്ടിട്ടാണ്. ഒരു ഭയങ്കര അത്യാർത്തിയുള്ളൊരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണുന്നത്. ആർത്തി. ഇപ്പോൾ ദൂരം മൂത്താൽ കരയും എന്നൊക്കെയുള്ള പറയത്തില്ല, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഈ തോൽവി സമ്മതിച്ച് പിന്മാറുന്ന ഒരവസ്ഥയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് നിങ്ങളുടെ വ്യക്തിക്കറിയാം. അവർ ഇത്രയും നാളെ സഹിച്ചു, കടുത്ത വിശ്വാസവഞ്ചനയൊക്കെ നേരിട്ടു. അതുപോലെ തന്നെ ഒരു കാർമിക് സിറ്റുവേഷനാണ്, ഒരു കാർമിക്കാണ് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇവരുടെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലോജിക്കൽ ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രത്യാശയെ സൂചിപ്പിക്കുന്ന കാർഡാണ് 6 ഓഫ് സോർഡ്. ഇപ്പോൾ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിനി ആ ഒരു ബന്ധത്തിൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. തേർഡ് പാർട്ടി ഏത് സമയത്ത് വരെ കൊല്ലും എന്നുള്ളൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുന്നതായിട്ടും കാണുന്നുണ്ട് തേർഡ് പാർട്ടി. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏതറ്റവും വരെയും പോകുന്നൊരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി അതിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീഴുന്നൊരവസ്ഥയാണ് തേർഡ് പാർട്ടിയുടെ ജീവിതം. അവരുടെ ചെയ്തികൾക്കുള്ള ഫലം അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തകർച്ചയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് റീഡിങ്. അപ്പോൾ തേർഡ് പാർട്ടി ബന്ധത്തിൽ
അവരൊട്ട് ഹാപ്പിയല്ല. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഈ ഒരു ലേഡി ഇപ്പോഴും ആ ഒരു അഹങ്കാരമൊന്നും വെടിയാനായിട്ട് തയ്യാറായിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടി ബന്ധം ഉടനെ അവസാനിക്കുമെന്ന് തന്നെ റീഡിങ്ങിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിനു മുമ്പ് എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും മറ്റുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കുക. അങ്ങനെയാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രകാശം വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അധികം താമസിയാതെ എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.